ഹലോ ബാലചേട്ടാ, ഇത് ഞാനാ പ്രസീന്നാ വിളിക്കുന്നത്. പ്രസീന്ന് കല്യാണക്കുറി അടിക്കാൻ തന്നില്ലായിരുന്നാ? എന്റെ പൊന്ന് സല്ലേ, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. പിന്നെ കല്യാണ ലെറ്ററിന്റെ കാര്യം അറിയാല്ല. എടാ വയസ്സ് 10-45 മുതുക്ക് മുറ്റടിച്ച് കല്യാണം കഴിക്കാതെ നിക്കുകയാണ്. 18 വർഷം കൊണ്ട് പെണ്ണാലോചിച്ചോണ്ടിരിക്കണ്. ഇപ്പൊ വന്ന ഈ പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ അറിയാല്ല അവസ്ഥ. അതുകൊണ്ട് കല്യാണ ലെറ്റർ വെറൈറ്റി ആയിരിക്കണം. കല്യാണ ലെറ്റർ തുറക്കുമ്പോ തന്നെ പാട്ട് കേൾക്കണം. അത് ക്രിസ്മസ് കാർഡിലല്ലേ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത്? എടാ ബാലേട്ടന്റെ കല്യാണം അല്ലേടാ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ കല്യാണ ലെറ്റർ ഒക്കെ. ആയിക്കോട്ടെ അതൊന്നും ആയിക്കോട്ടെ. പിന്നെ ഞാൻ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടാണ് വിളിച്ചത്. എന്തോന്ന് സല്ലേ പറ. അതെ, ഇതിനകത്ത് പെണ്ണിന്റെ പേര് എഴുതിയിരിക്കുന്നതാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട്. എന്തോന്ന്? ഹിമക്കരടി എന്ന് എഴുതിയിരിക്കുന്നു. ഹിമക്കരടി? എടാ ഹിമ KRD എന്നല്ലടാ പോത്തെ ഞാൻ പറഞ്ഞു തന്നത്. ഓ KR ദയാലുവിന്റെ മകൾ ഹിമ. അങ്ങനെ അണ്ണാ പിന്നെ പറഞ്ഞോ. ഇതിനകത്ത് അവരുടെ അഡ്രസ് വെച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്ന് സനലെ, നീ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. എടാ അഡ്രസ് കല്യാണ ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കല്യാണം മുടക്കികൾ അവളെ വീട്ടിൽ ചെന്ന് കല്യാണം മുടക്കൂലേ. അതുകൊണ്ട് അഡ്രസ് വേണ്ട. അല്ല, അഡ്രസ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെണ്ണിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ താരത്തെ എന്തെങ്കിലും അഡ്രസ് കൊടുക്കണ്ടേ? എടാ ഹിമ എന്ന് വെച്ചാ അതിന്റെ താഴെ വെച്ചോ കേരളം. കേരളം? മുഹൂർത്തം 11:15 നടക്കല്ലേ സനലെ? നീ ഇതിപ്പോ എന്റെ ഫ്രണ്ടിൽ വെച്ചാണ് സംസാരിച്ചെങ്കിൽ നിന്റെ വായിലെ ഒറ്റ പല്ല് പോലും കാണൂല. എന്താണ്? എടാ മുഹൂർത്തം 11:30 ഉള്ളത് അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കല്യാണം മുടക്കികൾ ആ സമയത്ത് വന്ന് കല്യാണം മുടക്കൂലേ. അതുകൊണ്ട് മുഹൂർത്തം വൈകുന്നേരം 6:30 അങ്ങനെ വെച്ചാ മതി. 6:30? 6:30. 11:30 6:30 വരെ സമയമുണ്ടല്ലോ, അതുപോലെ എനിക്ക്. പിന്നെ എന്റെ മാമന്റെ അമ്മ മക്കു ഇവിടെ ഇല്ലാത്തവനാണ് എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നത്. മക്കു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ചാടി 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 നിന്നവൻ ചെയ്തേനെ. അടിച്ചാടി നിന്ന് കളിക്കാൻ അവനാ കുരങ്ങനാണ്. ഇച്ചിരി പഴ വെച്ചതല്ലേ. അയ്യോ, എന്റെ അവസ്ഥ മനസ്സിലായില്ല. 18 വർഷം കൊണ്ട് ഞാൻ പെണ്ണാലോചിച്ചുകൊണ്ട് നടക്കണം, ഇതുവരെ കല്യാണം നടന്നില്ല. ജോത്സ്യം പറഞ്ഞ എന്തെന്നറിയാ, ഇപ്പൊ കണ്ട പെണ്ണിനെ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കൊച്ചുള്ള പെണ്ണിനെ കിട്ടുള്ളൂന്ന്. അങ്ങനെ വല്ലതും കിട്ടാനാണ് ബാലേട്ടന്റെ വിധി. ഞാൻ അന്ന് തൂങ്ങിച്ചാവും അറിയാ. അയ്യോ, ഞാനിനി എങ്ങനെ ജീവിച്ചു? മക്കു 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 തന്നെ കൂവി സ്വീകരിക്കുവാണ്. എടാ മക്കു എന്ന് വിളിച്ചപ്പോ കൂവിന്റെ നീട്ടം കൂടി പോയടാ. ബാലേട്ടാ, എന്റെ മക്കളെ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ബാംഗ്ലൂർ പോയിരിക്കുവായിരുന്നു. അവിടെ എന്തോന്ന് വിചാരിക്കാൻ പോയത് നീ? എന്റെ ബാലേട്ട, അവിടെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ ക്രിക്കറ്റുകൾ നടക്കുമല്ലായിരുന്നോ? അതിന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിച്ചു. അതിന് നിനക്കെന്താ? 18 വർഷത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ വിരാട് കോഹ്ലിക്ക്. എന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത് വിരാട് കോഹ്ലി അല്ലേ? ഞാനാ? പിന്നല്ലാതാ. 18 വർഷമായിട്ട് ബാലേട്ടൻ പെണ്ണാലോചിച്ചിട്ട് നടക്കുവാണ്. പെണ്ണ് കിട്ടിയിട്ടില്ലല്ലോ. 18 എന്ന് പറയുന്നത് ലക്കി നമ്പറാണ്. ബാലേട്ടന്റെ കല്യാണം ഈ വർഷം തന്നെ നടന്നിരിക്കും. അയ്യോ, അറിയാല്ല. ഈ വർഷം നടന്നില്ലെങ്കിൽ ജോത്സ്യം പറഞ്ഞ അറിയാല്ല, ഒരു കൊച്ചുള്ളതിനെ കെട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ തീരുമാനിച്ച കല്യാണം നല്ല അമ്പസായിട്ട് നമ്മൾ നടത്തിയിരിക്കും. പക്കുവായിട്ട് നടത്തും ചേട്ടാ, പക്കുവായിട്ട് നടത്തും. മക്കു, പിന്നെ ഞാനൊരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാ ഞാൻ പുകവിടും. ഞാനൊരു പെഗടിച്ചാൽ ഞാൻ അപ്പോഴെന്നെ ഇറങ്ങി അടിച്ച് വീഴും. ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാ ഞാൻ കൂർക്കം വലിക്കും. ഞാൻ CC ഇട്ടൊരു കാർ എടുത്താൽ ഞാൻ അടയ്ക്കോളാ, ഞാൻ അടയ്ക്കും. CC ആണ്? CC അല്ല, കാറിന്റെ ഡോറ്. പിന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ നീ ഉണ്ടാക്കി വെച്ചേക്കണ കടം ഞാൻ വീട്ടാനാ. ബാലേട്ടാ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? ബാലേട്ടൻ എന്റെ ചേട്ടനായിട്ട് കിട്ടിയത്. മക്കളെ, എന്റെ ചേട്ടനാണ് ബാലേട്ടൻ. മണ്ണപ്പം ചുട്ടു എന്റെ ബാലേട്ടാ, പക്ഷെ ഞാൻ സത്യം പറഞ്ഞു, നമ്മൾ ബന്ധുക്കളായിട്ടല്ലേ ഞാൻ കണ്ടിരിക്കുന്നത്. എന്റെ സ്വന്തം ചേട്ടനെ പോലെ എന്റെ സ്വന്തം ചേട്ടനോട് ഞാനൊരു സത്യം മറച്ചു വെച്ചു. ബാലേട്ടാ, ബാലേട്ടൻ ഒന്നും ധരിക്കരുത്. എവിടെ പോണു? എവിടെ പോണെന്ന് ഒന്നും ധരിക്കല്ലെന്ന് പറഞ്ഞു ഊരി കളഞ്ഞിട്ട് വരാം. നീയില്ലാതെ നിൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്തോ പറഞ്ഞത്? എന്റെ ബാലേട്ടാ, വേറെ ആരും അറിയരുത്. നമ്മൾ രണ്ടുപേരും മാത്രം ഇത് അറിയാവുള്ളൂ. എനിക്കൊരു ക്രഷുണ്ട്. എനിക്ക് 2 ബ്രഷ് ഉണ്ട്. ഞാൻ ആരടുത്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കണം. ക്രഷ് അല്ലെന്ന്, പിന്നെ എനിക്കൊരു ക്രഷ്, എനിക്കൊരു പെങ്കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന്. ഇങ്ങനെ പറ. അപ്പൊ അതുകൊണ്ടേ ബാലേട്ടന്റെ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ആഴ്ച ഞാൻ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചോട്ട് വരും. അതെന്തോന്ന് സംസാരം മക്രു? അല്ല, എന്തോന്ന് സംസാരം മക്കു? എടാ, ബാലേട്ടന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കൊടൈക്കനാലിലോട്ട് ഞങ്ങൾ ഹണിമൂണിന് പോവല്ലേ. ഒരു ദിവസം 15,000 രൂപയുടെ റിസോർട്ടാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കണത്. 15 ദിവസത്തേക്ക്. കല്യാണം വരെ നോക്കി നിൽക്കണ്ട.
നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ട് വാടാ. അല്ല ഞാൻ അങ്ങനെ വിളിച്ചോണ്ട് വരാൻ നേരത്ത് ചേട്ടൻ നിൽക്കാൻ നേരത്ത് അനിയൻ കെട്ടിക്കൊണ്ടു വന്നു എന്നുള്ള ഇതാകത്തില്ലേ? ബാലേട്ടൻ ഉണ്ടല്ലോടാ, എന്തിനാ നോക്കണേ? വിളിച്ചോണ്ട് വാടാ പോയി. കുഴപ്പമില്ലേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സത്യം പറയട്ടെ. ആ പറ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ആ. അവളെയും വിളിച്ചോണ്ടാ ഇങ്ങോട്ട് വന്നത്. മക്കു, എനിക്ക് അറിയാറുന്നടാ നിന്റെ ഉടായിപ്പൊക്കെ. വിളിച്ചോണ്ടോ അവളെവിടെ? ഞാൻ ചേട്ടച്ചനായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കാം. ചേട്ടച്ചനാ? നമുക്ക് അച്ഛനില്ലല്ലോ, അപ്പൊ ചേട്ടനും അച്ഛനുമായിട്ട് ഞാൻ റെഡി ആയിരിക്കാം. ഓ, ഷൈൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പൊ കൊലവിളക്ക് എടുത്ത് നെടുത്തട്ടാ, അല്ല നിലവിളക്ക് എടുത്ത് കൊടുത്തട്ടാ. ഓക്കേ, വിളിച്ചോണ്ടോ വിളിച്ചോണ്ട് വരാം. എനിക്ക് വയ്യ. ഇങ്ങോട്ട് കേറി വാ.